ക്രോപ്പ് ആൻഡ് ഗ്രോത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ നഴ്സറിയിൽ നിന്നും വാങ്ങിക്കുന്ന പ്ലാവ്, മാവ്, ചാമ്പയ്ക്ക തുടങ്ങിയ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ തൈ എങ്ങനെ നമുക്ക് ശരിയായ രീതിയിലൊരു ഡ്രമ്മിൽ അറേഞ്ച് ചെയ്യാതാണ്. നമ്മൾ സാധാരണയായിട്ട് ചെറിയ ഓരോരോ സ്റ്റെപ്പായിട്ടാണ് എന്ത് ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും മാറ്റി കൊടുക്കാറ്. ആദ്യം നമ്മൾ ഈ ഒരു ചെടി വെച്ചിട്ടുള്ളതിൻ്റെ നേരെ മുകളിലുള്ള ഇതിന് നേരെ വലിയ സൈസ് ചട്ടിയിലേക്ക് മാറ്റും. എന്നിട്ട് ശേഷം ഇതിൻ്റെ വലിയ ചട്ടിയിലേക്ക് അങ്ങനെ ഓരോ സ്റ്റെപ്പിനും ഓരോ രീതിയിലുള്ള ഓരോരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പോട്ട് മാറ്റി വരാറ്. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക്, ഈ ഒരു വലിയ ഡ്രമ്മിലേക്ക് ഡയറക്റ്റ് മാറ്റി കൊടുക്കാറ്. എന്നാൽ ഇന്ന് നമ്മൾ ഡയറക്റ്റ് മണ്ണിലേക്ക് മാറ്റുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ഡ്രമ്മിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ചെയ്യുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു ഡ്രമ്മിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ ഈ ഒരു ഡ്രമ്മ് ഫില്ല് ചെയ്യുമ്പോൾ ഓരോരോ ലെയറായിട്ടാണ് ഫില്ല് ചെയ്തത്. ഏറ്റവും അടിഭാഗത്ത് നമ്മൾ കരിയിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകൾഭാഗത്ത് നമ്മൾ മണ്ണിട്ട് കൊടുത്തു. അതിൻ്റെ മുകൾഭാഗത്ത് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകൾഭാഗത്ത് നമ്മൾ ഇതുപോലുള്ളൊരു ബക്കറ്റ് വെച്ചിട്ട് ബാക്കി മണ്ണും ചാണകപ്പൊടി ഇങ്ങനെ റൗണ്ടിൽ ഇട്ട് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് ഈ നടുവിൽ വെച്ചിരിക്കുന്ന ബക്കറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ബെഡ് വേണേന്ന് വരുന്നത് ഈ ഒരു ബെഡിൻ്റെ മുകളിലേക്ക് മണ്ണ് വരാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ആഴത്തിൽ വേണം താഴേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു കുഴീൻ്റെ ആവശ്യം ഇതിൽ വരുന്നുള്ളൂ കേട്ടോ. ഈ കുഴിയുടെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമ്മൾ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കിലോ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു 500 എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 500 വേപ്പിലുണ്ടാക്കും. കുറച്ച് കരിയില അല്ലെങ്കിൽ ചകിരിത്തിപ്പോ ജസ്റ്റ് ഒരു തണുപ്പിന് വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കുഴിയിലേക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഇത് വരുന്നത് മൽഗോവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ വരെ നമുക്ക് മണ്ണിടാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ചകിരിത്തപ്പ് ഇതിന് ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മളെ ബാക്കിയുള്ള മണ്ണ് ഇത് നിർത്തി മാറ്റിയ മണ്ണ് ഇതിലേക്ക് ചെരിഞ്ഞ് കൊടുക്കുക. ഇത്ര പണിയുള്ളൊരു മാവ് സെറ്റ് ചെയ്യാൻ. ഇതുപോലുള്ള കണ്ടെയ്നറിൽ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് വയ്ക്കുമ്പോൾ ഉള്ള വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെറസിൽ നിന്നും നമുക്ക് അടിച്ചു വാരി കിട്ടുന്ന ഇതുപോലുള്ള ഉണങ്ങിയ കരിയിലകളും അതുപോലെ എന്തൊക്കെയോ ചെടികൾ നമ്മൾ രണ്ടാമത് റീപ്ലാന്റ് ചെയ്യുമ്പോൾ വരുന്ന ബാക്കിയുള്ള വേസ്റ്റ് ചെടികളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ഒരു കരിയില ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഈ ഒരു ചെടിക്ക് നല്ലൊരു മൾച്ചിങ് ഫീലായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ബഡ് മൂടി പോകുന്ന രീതിയിൽ നമ്മൾ ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഇപ്പം ഇതിൽ ഈ ഒരു ലെവലിൽ ഇപ്പം ഈ ഒരു ബെഡിൽ നിന്നും ഒരു 2 ഇഞ്ച് താഴെ വരെയാണ് ഞാൻ ഈ ഒരു കരിയില വെച്ചിട്ടും കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കരിയില ജസ്റ്റ് ഒന്ന് ഉണങ്ങി ഒന്ന് അമർന്നു പോകും. അപ്പോൾ പിന്നെ വീണ്ടും നമുക്കിതിലേക്ക് കരിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഈ ഒരു ബഡിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബഡിൻ്റെ അടിഭാഗത്ത് നിന്നും കിളിർപ്പ് വന്ന് കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ ബ്രാഞ്ച് നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് റമ്മിൽ വെക്കുമ്പോൾ ഇത്രയും ബെനിഫിറ്റ്. നമ്മൾ ടെറസിൽ വെക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ടെറസിൽ നിന്ന് തൂത്തുവാരി കിട്ടുന്ന കരിയില കംപ്ലീറ്റ് നമുക്ക് ഇതിൽ കൊണ്ടുവന്നിടാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. കമ്പോസ്റ്റൊക്കെ വെജിറ്റബിളിൻ്റെ കമ്പോസ്റ്റൊക്കെ ചെയ്യുന്ന ഒരു രീതി നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലുള്ളൊരു പൈപ്പ് നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഇറക്കി കൊടുക്കാവുന്നത് കൂടെയാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് നമ്മൾ ടെറസിൽ കുഞ്ഞ് ഫ്രൂട്ട് പ്ലാന്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫ്രൂട്ട് പ്ലാന്റൊക്കെ നമുക്ക് തന്നെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് നമ്മളതുപോലുള്ള നമ്മൾ ഡ്രമ്മിൽ വെച്ച് നമ്മൾ ചീരയുടെ ഒക്കെ ബാക്കിയുള്ള ഹാർവസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ചീരത്തണ്ടും എല്ലാം കൂടെ ഒടിച്ച് ഇതിൻ്റെ താഴേക്ക് ഇട്ടതാണ് അബിയു ചെടി. ഇത് ബഡ് അല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ എത്രയാച്ചാൽ ഇങ്ങനെ ഈ ഒരു ഡ്രമ്മ് നിറയുന്ന വരെ നമുക്ക് തന്നെ കൂട്ടിയിട്ട് കൊടുക്കാം. ഇത് നമ്മൾ കുഞ്ഞി ക്യാനിൽ വെച്ച ഞാവലാണ് വരുന്നത്. ഇത് ഒരു സീഡ്ലെസ് ബ്ലാക്ക് ഞാവലാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതാ ഒരു തക്കാളിക്കുട്ടനും കൂടെ വളർന്നു വരുന്നുണ്ട്. ഇത് വരുന്നത് കിളിഞ്ഞാവലാണ്. കിളിഞ്ഞാവലിൽ ഞാവലൊന്നും ഇതിന് മുന്നേക്ക് ഉണ്ടായിരുന്നു. നമ്മളെ വീഡിയോയിലൊക്കെ ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം അതിൽ ഞാവലൊന്നുമില്ല. ഇത് സീസൺ ആവുക പൂട്ട് വരുന്നുണ്ട് കേട്ടോ. പൂട്ട് വരുന്നുണ്ട്. ഇത്
ഇത് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡ്രമ്മിലും ക്യാനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ളവരോട് പറയാനുള്ളതാണ്. ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് വരുന്നത്. നിറയെ കണ്ടോ പൂക്കൾ പിടിച്ച് വരുന്നുണ്ട്, ഇതിലൊക്കെ പൂക്കൾ പിടിച്ച് വരുന്നുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഹാർവെസ്റ്റിംഗ് നടത്തിയിരുന്നൊരു സംഭവമാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഡ്രാഗണിൻ്റെ പ്ലാന്റ് ആണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ സപ്പോട്ടയൊക്കെ ഇതാ ഈ ഒരു സൈസ് ചട്ടിയിലായി. ചട്ടിയൊക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു സൈസ് ചട്ടിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുണ്ടോ നിറച്ച് പൂക്കൾ പിടിച്ച് വരുന്നുണ്ട് സപ്പോട്ടയിലൊക്കെ. ഇതാ കുഞ്ഞു കായ് നമ്മൾ ഹാർവെസ്റ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. ഇത് വെക്കുന്ന ഈ ഒരു സപ്പോട്ട ചെടി പ്ലാന്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ. ഇതിലേക്ക് ഡയറക്റ്റ് തുള്ളി നനേൻ്റെ ഒരു ഇതാണ് ഞാനിത് അവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടോ ഡയറക്റ്റ് ചെടിക്ക് വേണ്ട വെള്ളം ചെടിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡ്രോപ്പായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് വരുന്നത് അമ്പഴാണ്. അമ്പഴം നമുക്ക് കുറ്റിക്കുരുമുളകിനെ കൊണ്ട് പറഞ്ഞ പോലെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കാരണം 365 ദിവസം ഇതുമ്പോൾ കായ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് അതിൻ്റെ നേരെ വലിയ കായകൾ കണ്ടോ, നേരെ വലുത്. അതിൻ്റെ വലുത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇതിലും ചെറുതാണിത്. നമുക്ക് ഓരോ ടൈമിലും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാം. ഇതിന് മുന്നേ കട്ട് ചെയ്തതിലുള്ള ഒന്നാണിത് കേട്ടോ. ഈ ഒരു വലുപ്പം ഇതാ അതാ ഈ വലുപ്പത്തിലുള്ള കായുണ്ട്, ഈ വലുപ്പത്തിലുള്ളതുണ്ട്. എല്ലാ സൈസും ഇതിൽ ഈ ഒരു ചെടിയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. നാരകമാണ് വരുന്നത് കേട്ടോ. നാരങ്ങ ചാമ്പയ്ക്ക, ആപ്പിൾ ചാമ്പയിൽ പെട്ടൊരു ഇനാണ് വരുന്നത്. അതിൻ്റെ വൈറ്റാണ് വരുന്നത്, ആപ്പിൾ ചാമ്പയിലെ വൈറ്റ്. ഇത് അനാറാണ് വരുന്നത്. ഇത് അതിൻ്റെ തന്നെ റെഡ് വെറൈറ്റി ചാമ്പയാണ്. തായ്ലൻഡ് ചാമ്പേൻ്റെ ഒരു വെറൈറ്റിയാണ് വരുന്നത്. ഈ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഫ്രൂട്ട് പ്ലാന്റ് വെക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മളെ ടെറസിൽ ചെയ്യാന്നുള്ളത്. ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് നമ്മളെ ടെറസിൽ ചെയ്യാന്നുള്ളത്. ടെറസിൽ ചെയ്യുമ്പോൾ സൺലൈറ്റ് കുറഞ്ഞ ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു നെറ്റിന്റെ ഷെയ്ഡ് നെറ്റിന് താഴെയായിട്ടും, സൺലൈറ്റ് വേണ്ട ഫ്രൂട്ട്സ് ആണെങ്കിൽ ആ ഒരു സൺലൈറ്റിന്റെ ഭാഗത്ത് നമ്മൾ ക്രമീകരിക്കുക. ഈ അബിയൂനൊന്നും അധികം വെയിലിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ അതൊക്കെ ചെറിയൊരു ഷെയ്ഡ് കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിളവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ടെറസ് കൃഷിക്ക് ഏറ്റവും നല്ല ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡ്രാഗൺ ആണെന്നുണ്ടെങ്കിൽ വേര് ആഴത്തിൽ പോകുന്നില്ല, നാരായിട്ടാണ് വേരുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലുള്ള ക്യാനുകളിലും ഒക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ ട്രൈ ചെയ്യാം. എൻ്റെ ഒരു സജഷൻ പറഞ്ഞതാട്ടോ, ഡ്രാഗൺ നമുക്ക് സിമ്പിളായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളത്. അപ്പം എല്ലാവരും കൃഷി സന്തോഷമായിരിക്കും. ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.